വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. 10 കന്യകമാരുടെ ഉപമ. യഹൂദന്മാരുടെ വിവാഹവിരുന്നിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ഉപമ. യഹൂദന്മാർക്ക് വിവാഹ നിശ്ചയം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ടാണ് വിവാഹം നടക്കുക. വിവാഹ നിശ്ചയം കഴിയുന്നതോടുകൂടി ഇവർ ഭാര്യ ഭർത്താക്കന്മാരായി അറിയപ്പെടും. 2 ഭവനങ്ങളിലായിരിക്കും ഇവർ താമസിക്കുന്നത്. വിവാഹത്തിന്റെ ദിവസങ്ങൾ അടുക്കുമ്പോൾ മണവാളൻ വലിയ പരിവാരങ്ങളുമായി മണവാട്ടിയുടെ വീട്ടിലേക്ക് പോകുന്ന ഒരു യാത്രയുണ്ട്. വിവാഹത്തിന് മണവാളൻ വന്ന് മണവാട്ടിയെ കൂട്ടിക്കൊണ്ടു പോകുന്ന യാത്ര. മണവാളൻ വരുമെന്ന് അറിയിപ്പ് കിട്ടുമെങ്കിലും വരുമ്പോൾ ചിലപ്പോൾ ഒരുപാട് രാത്രിയാകും. മണവാളനെ സ്വീകരിക്കാൻ വേണ്ടി മണവാട്ടിയുടെ വീട്ടിൽ കാത്തിരിക്കുന്ന കൂട്ടരാണ് ഈ 10 കന്യകമാർ. മണവാട്ടിയുടെ വീടിനടുത്തുള്ള തെരുവിലാണ് ഇവർ കാത്തിരിക്കുന്നത്. മണവാളൻ വരാൻ വേണ്ടി കാത്തിരുന്ന കന്യകമാർ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിൽ മണവാളൻ വന്നപ്പോൾ വിളക്ക് തെളിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ 5 കന്യകമാരുടെ വിളക്ക് അണഞ്ഞു പോകുന്നു. അവർ എണ്ണ വേറെ സൂക്ഷിച്ചു വെച്ചിരുന്നില്ല. മറ്റ് 5 കന്യകമാരുടെ കയ്യിൽ ആവശ്യത്തിന് എണ്ണയുണ്ട്. വിവേകശൂന്യരായവർ വിവേകമതികളായവരോട് എണ്ണ കടം ചോദിച്ചെങ്കിലും 2 കൂട്ടർക്കും മതിയാകാതെ വരുമെന്നതിനാൽ വിൽപ്പനക്കാരുടെ അടുത്തുപോയി വാങ്ങിക്കാൻ അവർ തീരുമാനിച്ചു. വിവേകശൂന്യരായ കന്യകമാർ എണ്ണ വാങ്ങാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടൊപ്പം അകത്ത് പ്രവേശിച്ചു. വാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. പിന്നീട് മറ്റു കന്യകമാർ വന്ന്, കർത്താവേ, ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് അപേക്ഷിച്ചു. അവൻ പ്രതിവചിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുകയില്ല എന്ന് ഈശോ ഇതിനു മുമ്പും പറഞ്ഞതായി ബൈബിളിൽ പറയുന്നു. ഞങ്ങൾ നിന്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിച്ചിട്ടുണ്ട്, പ്രവചിച്ചിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞ് നാളെ നിങ്ങൾ എന്നെ മുട്ടി വിളിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയും, അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ അകന്നു പോകുകയും ഞാൻ നിങ്ങളെ അറിയുന്നില്ല. സൽകൃത്യങ്ങളിൽ സ്ഥിരതയോടെ നിൽക്കണമെന്ന് ഈ ഉപമ വഴി ഈശോ നമ്മളോട് പറയുന്നു. മണവാളൻ ഈശോയാണ്. മണവാളൻ വരുന്ന മണിക്കൂർ പ്രതീക്ഷിക്കാത്ത ദിവസവും അറിയാത്ത മണിക്കൂറുമാണ്. കാത്തു നിൽക്കുന്ന കന്യകമാരാണ് സഭയിലെ മക്കൾ. വിളക്ക് ക്രിസ്തീയ വിശ്വാസമാണ്. എണ്ണ സൽപ്രവർത്തികളാണ്. വിശ്വാസമാകുന്ന വിളക്ക് കത്തണമെങ്കിൽ സൽപ്രവർത്തികളാകുന്ന എണ്ണ ഒഴിച്ചിരിക്കണം. ഭാഗികമായി കത്തുന്ന വിളക്കല്ല വേണ്ടത്, എണ്ണ അധികമുണ്ടാവണം. അതായത് സൽപ്രവർത്തികളുടെ നിക്ഷേപമുണ്ടാകണം. മറ്റൊരു വചനത്തിന്റെ അടിത്തറ കൂടി ഇതിനുണ്ട്. നിങ്ങളുടെ വിളക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് മറ്റുള്ളവർ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തട്ടെ എന്ന് ഈശോ പറയുന്നു.